സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ട്വിൻ ഫ്ലെയിം ജേർണീൻ്റെ വീഡിയോസ് ഞാനിതിൽ ഇടുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇന്നർ വർക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോ പാർട്ടായിട്ട് മെല്ലെ മെല്ലെ ഇടുന്നതായിരിക്കും. ടാരോ റീഡിങ് മാത്രമല്ല, ട്വിൻ ഫ്ലെയിം ജേർണീൻ്റെ കൂടി ഇട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാം. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ദ ടവർ മൂമെൻറ്റ്, 10 ഓഫ് വൺസ്, 3 ഓഫ് വൺസ്, 7 ഓഫ് പെൻറ്റിക്കിൾ, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദ ഫൂൾ വന്നിട്ടുണ്ട് ആൻഡ് 2 കപ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ടവർ മൂവ്മെൻ്റ് ആവാൻ പോവാണ്. അതായത് ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് നടക്കാൻ പോവാണ്. 10 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം അവരിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട ആ ഒരു കാര്യം എന്താണെന്ന് അവർക്കൊരു ഇത് കിട്ടിയിട്ടില്ല. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇതുവരെ പോയത്. പക്ഷേ ഇപ്പോൾ അവർ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. മാത്രമല്ല, അവരെന്തോ ഇൻവെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിലൊരു കാത്തിരിപ്പ് എന്ന് പറയാം, ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഡെത്താണ് വന്നിരിക്കുന്നത്. അതും ട്രാൻസ്ഫർമേഷനാണ്. നേരെ അതാണ് വന്നിരിക്കുന്നത്. ടവർ മൂവ്മെൻറ്റിൻ്റെ നേരെ ഡെത്താണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫർമേഷനാണ് നടക്കുന്നത്. ഓക്കെ, അവരുടെ ഒരു എൻഡ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണീൻ്റെ ഒരു കാർഡായിട്ടും കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഡിവൈൻ മസ്കുലിൻ്റെ ആ ഒരു ഡെത്ത് ഇതുവരെ ഡിസ്റ്റോർട്ട് ആ ഒരു എനർജിയിലായതുകൊണ്ട് അത് എൻഡായി നല്ലൊരു എനർജിയിലേക്ക് വരികയാണ്. മാത്രമല്ല, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, അതായത് ഡിവൈൻ ഫെമിനൻ്റെ ആ ഒരു പ്രസൻസ് അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അവർക്കിപ്പോൾ മനസ്സിലായി അവരുടെ വാല്യൂ എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രെങ്ത്താണ് അവർ എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഇതിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഇത് ഫൂളാണ്. ഇതുവരെ ഫൂളായിട്ടാണ് നിന്നത്. ഇപ്പോൾ മനസ്സിലായി ഇതൊരു ഡിവൈൻ കണക്ഷനാണ് എന്ന് അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ, ഇത് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളുടേതാണ്. മാത്രമല്ല, അതൊക്കെ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിമൂവായി നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. ചിലത് ഇവിടെ സോൾമേറ്റ് കണക്ഷനും കാണുന്നുണ്ട്, സാധാ കണക്ഷനും കാണുന്നുണ്ട്. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ഓക്കെ, അതിനൊക്കെ ഒരു എൻഡിങ് വരാൻ പോവാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ദിവസം നിങ്ങൾ 5 ഓഫ് 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓട്ടൊക്കെ 2 കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് യൂണിവേഴ്സിൽ നിന്ന്. 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റക്കായ സിറ്റുവേഷനിലാണെങ്കിൽ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. 4 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലാണ് നടന്നതെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് മാറി മറിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹീലിങ്ങിലോട്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല, ഇത് ഇന്നർ വർക്ക് ആണെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരാണെങ്കിൽ. അല്ലാത്തവർ നിങ്ങളുടേതായ എനർജിയിൽ നിൽക്കുക. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് സഫർ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. ബൈ.